ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ ഒരു ദൈവവചനം നൽകി നമ്മളെ ബലപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനം. ഈ വചനം പലർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഈ വചനം നമുക്ക് ഏറ്റുപറയാം. ഇവിടെ ആയിരിക്കുന്നവരും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ വചനം ഉച്ചത്തിൽ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഒന്നും കൂടെ പറഞ്ഞേ: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാലോ? നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ഒരിക്കൽ കൂടെ ഏറ്റുപറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതങ്ങ് വിശ്വസിച്ചു കൊള്ളുക. ഒന്ന് കണ്ണടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്തെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനേക വിഷയങ്ങളിൽ നമുക്ക് ഭാരമുണ്ടാവും. എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സഹിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ? എന്തുകൊണ്ട് എൻ്റെ മകൾ ഇങ്ങനെ പെരുമാറുന്നു? എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ പെരുമാറുന്നു? എൻ്റെ ജീവിത പങ്കാളി എന്തുകൊണ്ട് ഇങ്ങനെ? വല്ലാത്ത ഭാരം ഉള്ളിലുണ്ടാവും. ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എല്ലാം അവസാനിച്ചുവെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതാ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന കാര്യം, ഇത് അനുഗ്രഹമായിട്ട് ദൈവം മാറ്റും. തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഈ സമയത്ത് നീ വിശ്വസിക്കുക, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രഗിൾ, ഈ ഒരു പ്രശ്നം, ഈ ഒരു ഭാരം, ഇതെൻ്റെ നന്മയ്ക്കായി എൻ്റെ ദൈവം മാറ്റും. ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കണം. നീ ഒരുപക്ഷെ രോഗിയാണെങ്കിൽ വിശ്വസിക്കണം, ഈ രോഗം എൻ്റെ നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റും. എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഈ പ്രശ്നം എൻ്റെ നന്മയ്ക്കായി കർത്താവ് മാറ്റും. എൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നം എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റും. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന അപമാനം ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റും. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടല്, അവഗണന, ഇതെൻ്റെ നന്മയ്ക്കായിട്ട് എൻ്റെ കർത്താവ് മാറ്റും. ഓരോ വ്യക്തിയും ഇത് വിശ്വസിക്കുക, ഇത് ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. നിരാശ മാറും, ദുഃഖം മാറും, ഭയം മാറും. കാരണം ഇന്ന് ഞാൻ ഇത് അനുഭവിക്കുന്നത് വെറുതെയല്ല, ഇത് നന്മയ്ക്കായിട്ടാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. എപ്പോഴും ഹൃദയത്തിൽ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞോണം. കാരണം ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ, സങ്കടങ്ങളും ഭാരങ്ങളും ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇതോടുകൂടെ എല്ലാം തീർന്നോ? ഇതോടുകൂടെ എൻ്റെ പ്രതീക്ഷകൾ തീർന്നോ? എൻ്റെ ഭാരം അല്ലേ? എന്നാൽ വചനം പഠിപ്പിക്കുന്ന എന്നറിയാവോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് അനുഭവിക്കുന്ന സഹനം എന്തായിട്ട് മാറും? നന്മയായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. ഇന്നത്തെ നിന്റെ കണ്ണുനീര് ഇതൊരു അനുഗ്രഹമായിട്ട് മാറും. ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും അത് നമ്മൾ ഉള്ളിൽ അങ്ങോട്ട് ഏറ്റെടുക്കണം. യെസ്, ഇതെന്റെ അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ ആരംഭത്തിൽ എന്താ പറഞ്ഞത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എല്ലാവർക്കും അല്ല, എല്ലാവർക്കും അല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ഇത് നിന്റെ നന്മയ്ക്കാണെന്ന് ഒരാളെ നോക്കി പറയണമെങ്കിൽ പൗലോസ്ലീഹ പറയാണ്, 2 കണ്ടീഷനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിനക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടാവണം. ഉണ്ടോ? ദൈവത്തോട് സ്നേഹം ഉണ്ടോ? ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ വിശ്വസിച്ചോണം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാൻ ഇത് വെറുതെ അവിചാരിതമായിട്ട് പങ്കെടുക്കുന്നതല്ല. എൻ്റെ ദൈവത്തോട് അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. പണിയില്ലാത്തവരൊന്നും അല്ലെന്ന്. അനേക തിരക്കുകളുടെ ഇടയിൽ നിങ്ങൾ സമയം മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ദൈവത്തെ അങ്ങേയറ്റം സ്നേഹമാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അതാരാത്? തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. അച്ഛന്മാരും കന്യാസ്ത്രീമാരും മാത്രമാണോ? ആണോ വിളി ലഭിച്ചത്? അല്ലെന്ന്. കുടുംബജീവിതം അതാരുടെ വിളിയാ? ദൈവവിളിയാണ്. ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പലരുടെയും തലയ്ക്കകത്ത് വരുന്നത് അച്ഛനാവുന്നതും കന്യാസ്ത്രീ ആവുന്നതും. അപ്പൊ കുടുംബജീവിതം പിന്നെ പിശാചിന്റെ വിളിയാണോ? അല്ലല്ലോ, അതും ദൈവവിളിയാണ്. ദൈവം വിളിച്ചതാണ്. ഹല്ലേലൂയ. ബോധ്യമുണ്ടോ? ആര് വിളിച്ചതാ? ദൈവം വിളിച്ചതാ. അപ്പൊ ആ വിളി സ്വീകരിച്ചവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചോണം, യെസ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഇതൊരു ബൈ ചാൻസ് ശുശ്രൂഷയല്ല, യാദൃച്ഛികമായിട്ട് പങ്കെടുക്കുന്നതല്ല. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും, അങ്ങനെ അതേ വചനം പറയുന്നത്, അവിടുന്ന് സകലതും. കുറച്ച് കാര്യങ്ങൾ മാത്രം നിന്റെ നന്മയ്ക്കാകും, കുറച്ച് കാര്യങ്ങൾ നിന്നെ നശിപ്പിക്കുമെന്നാണോ? അല്ല, അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. അപ്പൊ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, അല്ല, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഇതെന്നെയും കൊണ്ടേ പോകൂ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട വ്യക്തി എന്ത് വിശ്വസിക്കണം? ഇത് എൻ്റെ നന്മയ്ക്കായിട്ട് സകലതും, പറഞ്ഞേ സകലതും എന്റെ നന്മയ്ക്കായി ദൈവം മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെയെങ്കിലും ഉള്ളിൽ വരാവുന്ന ഒരു ചോദ്യം എന്നാന്നറിയോ? പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്? പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? പിന്നെ എന്തിനാ എൻ്റെ വീട്ടിൽ ഈ പ്രശ്നം? പൗലോസ്ലീഹ ആ വിഷയത്തിന് കൃത്യമായി ഉത്തരം പറയുന്നത്, പൗലോസ്ലീഹ തൻ്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഇവിടെ ഇരിക്കുന്ന അനേകർക്കുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. ചോദ്യം എന്നാന്നറിയാവോ? പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ സഹിക്കുന്നേ? എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ, കൊള്ളാം. പക്ഷെ പിന്നെ എന്തിനാ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹ കൃത്യമായിട്ടൊരു ഉത്തരം തരും. പൗലോസ്ലീഹായുടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കാം. 4-ാം തിരുവചനം. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും
ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിടികിട്ടിയോ? ഒന്നും കൂടെ വായിക്കാം. ശ്രദ്ധിച്ചു വായിച്ചോളൂ. ശ്രദ്ധിച്ചു വായിച്ചോണം കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഇത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയോടും ചില വ്യക്തമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. കേട്ടോണേ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ, പൗലോസ്ലീഹ പറയാ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും, ഓരോ തരത്തിലുള്ള വ്യതകൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന്. അതായത് നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു വിഷമം, ഭാരം എന്തിനാണെന്നറിയാവോ? ഇതിലൂടെ നീ ശക്തി പ്രാപിച്ച് ഇതുപോലെ വിഷമം അനുഭവിക്കുന്നവരെ, ഇതുപോലെ സങ്കടത്തിലും കണ്ണുനീരിലും കഴിയുന്നവരെ നീ ആശ്വസിപ്പിക്കണം. അതാ വചനം പഠിപ്പിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും. അതായത് നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവികമായിട്ടുള്ള ആശ്വാസം നമ്മൾ മാത്രം പോരാ, മറ്റുള്ളവരും അനുഭവിക്കേണ്ടതിന് സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരും ഇതേ ആശ്വാസം അനുഭവിക്കണം. അപ്പൊ കർത്താവ് ഇതൊരു ട്രെയിനിങ് ആയിട്ട് നമുക്ക് നൽകുകയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്തിനാണെന്നൊരു ചോദിച്ചാൽ ഇതൊരു പ്രായോഗിക പരിശീലനമാണ്. എന്തിനുള്ള പ്രായോഗിക പരിശീലനം? മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നിന്നെ പ്രായോഗികമായ ഒരു പരിശീലനത്തിലൂടെ കടത്തിവിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടികിട്ടിയോ? അപ്പൊ ചേച്ചി എന്തിനാ സഹിക്കുന്നത്? ചേച്ചിയുടെ ഇന്നത്തെ സഹനം എന്തായിട്ട് മാറണം? ഇതുപോലെ സഹിക്കുന്ന അനേകരെ ആശ്വസിപ്പിക്കുന്നതിന് ചേച്ചിയുടെ ഈ സഹനം മാറണം. ചേട്ടാ എന്തിനാ സഹിക്കുന്നത്? ചേട്ടന്റെ ഈ സഹനത്തിലൂടെ അനേകര് സഹിക്കുന്നത് കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കണമെന്ന്, അവരെ ബലപ്പെടുത്തണം. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? അയ്യോ എൻ്റെ ജീവിതം എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വന്നല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാനല്ലെന്ന്. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ നീ അങ്ങനെ ഇരുന്നു പോകും. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാനല്ല, മറിച്ച് നീ ഇന്ന് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം? നീ മറ്റുള്ളവർക്ക് ബലം കൊടുക്കാൻ, മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ നീ അത് ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സത്യക്രിസ്ത്യാനിയുടെ വിളിയാണ്. ഇല്ലെങ്കിൽ നീ വെറുതെ ഉണങ്ങി വരണ്ട് ജീവിക്കും. നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു വിളിയെ കുറിച്ചാണ് വചനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന അനേകരെ നീ ആശ്വസിപ്പിക്കണം, അവർക്കൊരു ബലം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് നിനക്ക് ബലം വേണം. ബലമില്ലാത്തവർക്ക് ബലം കൊടുക്കണമെങ്കിൽ ആദ്യം ആർക്ക് ബലം വേണം? പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്കും ബലം വേണം. ഇപ്പൊ നിന്റെ വീട്ടില് ചിലർ ബലമില്ലാതെ ഉണ്ടെന്ന്, അവർക്ക് ബലം കൊടുക്കാനാണ് നീ ബലം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് നമ്മിൽ ഉണ്ടാവണം? ഈ ആശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ആശ്രമത്തിൽ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് നീ പോകുമ്പോൾ നിന്റെ വീട്ടിൽ നീ കൊടുക്കേണ്ടത് ഏതാ? ഇവിടെ നിന്ന് കിട്ടുന്ന ബലം നീ കൊടുക്കണം. കൊടുക്കുന്നുണ്ടോ? ഉണ്ടോന്ന്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദൈവവിളിയാണ്. നീ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ എന്തിന് ഇന്ന് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു? ഇതിലൂടെ എൻ്റെ കർത്താവ് എന്നെ ഒരു ട്രെയിനിങ് നൽകുകയാണ്, പ്രായോഗിക പരിശീലനം. എന്തിൻ്റെ പരിശീലനം? മറ്റുള്ളവരെ ബലപ്പെടുത്താൻ, മറ്റുള്ളവരെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കാനുള്ള വലിയൊരു ബലം നിന്നെ കർത്താവ് പഠിപ്പിക്കുകയാണ്. വലതുകര ഉയർത്തി ഒച്ചത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറോണ കാലഘട്ടം വർഷം കുറെ ആയല്ലോ അല്ലേ? ഇതേതാ വർഷം? 2025 തീരാറായി അല്ലേ? അപ്പൊ ഓർത്തോ, കൊറോണ ഏതാ? 2019 തുടങ്ങുന്നു അല്ലേ? പ്രിയപ്പെട്ടവരെ, കൊറോണ കാലഘട്ടത്തിൽ ഞാൻ ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ്. കൊറോണയുടെ സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ആ കാലഘട്ടത്തില് ധ്യാന മന്ദിരങ്ങളും ശുശ്രൂഷ എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥ. ഓൺലൈനിലൂടെയാണ് അനേക ശുശ്രൂഷകളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതികൾ ഓൺലൈൻ മിനിസ്ട്രിയൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉറക്കം കിട്ടാതെ വന്നിട്ടുള്ള രാത്രികാലങ്ങളുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ അതിന്റെ വിഷമം? അതൊരു ഒന്നൊന്നര വിഷമാ. രാത്രി കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. 1 മണിയാവുന്നു, 2 മണിയാവുന്നു, 3 മണിയാവുന്നു, ഉറക്കം കിട്ടുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നെങ്കിലും ഞാൻ ഈ പറയുന്ന അവസ്ഥയിലൂടെ കടന്നുപോയാൽ ഇതൊന്ന് ഓർക്കണം. 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. വലിയ ഭാരം. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഭയങ്കരമായ ഒരു അസ്വസ്ഥതയാണ്. രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറും? ഒന്ന് ചിന്തിച്ചേ. രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ ചെന്ന് ചിന്തിച്ചോളൂ. എപ്പോഴെങ്കിലും ഉറക്കം ഡിസ്റ്റർബ്ഡായി, അല്പം ഉറക്കം പോയാൽ പിറ്റേ ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കും? അരിശപ്പെട്ട് അല്ലേ? അസ്വസ്ഥത. അപ്പൊ പിന്നെ രാത്രിയിൽ ഒട്ടും ഉറക്കിയില്ലെങ്കിലോ? പകല് മുഴുവൻ അസ്വസ്ഥത. പ്രിയപ്പെട്ടവരെ, ആ നാളുകളില് യൂട്യൂബിലൂടെയൊക്കെ ശുശ്രൂഷകളൊക്കെ പകൽ സമയത്ത് റെക്കോർഡിങ്ങും ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ വല്ലാതെ അസ്വസ്ഥത. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. പ്രശ്നം രൂക്ഷമാണ്. ഞാൻ ആ ദിവസങ്ങളിൽ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് പറഞ്ഞു, അച്ഛന്മാരെ, എനിക്ക് രാത്രി ഉറക്കമില്ല. അപ്പൊ അവരെന്നെ കണ്ട് ചിരിച്ചു. കാരണം പകൽ സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാത്ത ആളാണെന്ന് തോന്നിയേല. കാരണം ഞാൻ നല്ല ഫ്രഷാണ്. കാരണം ശുശ്രൂഷയൊക്കെ അവിടെ ഓൺലൈനിൽ നടക്കുന്നുകൊണ്ട് ഞാൻ നല്ല ഫ്രഷാണ്. രാത്രിയിൽ ഉറങ്ങാത്ത ആളാണെന്ന് കണ്ടാൽ തോന്നിയേല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? രാത്രിയിൽ 12:30, 1 മണി, 2 മണി, 3 മണി ഈ സമയത്ത് കൂടെയുള്ള അച്ഛന്മാർക്ക് മെസ്സേജ് അയക്കും. എന്തിനാ? നേരം വെളുക്കുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ, നോക്കച്ച കാണൂ, ഞാൻ ദേ ഈ സമയത്ത് ഉറങ്ങിയിട്ടില്ല, അച്ഛന് ഞാൻ മെസ്സേജ് അയച്ച കണ്ടോ. കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് ആരെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതാണല്ലോ ഏറ്റവും വലിയ സങ്കടം. നിങ്ങളുടെയൊക്കെ വീടുകളിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ കാണും, ഞങ്ങൾ ആര് കാണാൻ? കൂടെയുള്ള അച്ഛന്മാരുണ്ട്. ഇതുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? എനിക്ക് വയ്യ, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛന്മാർക്കൊക്കെ മനസ്സിലായി, ശരിയാ, ഈ അച്ഛൻ ഉറക്കം കിട്ടുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞാനാണെങ്കിൽ രാത്രി കാലത്ത് പലതരം പ്രാർത്ഥനകൾ, ഇതൊന്നും അങ്ങോട്ട് ഏശുന്നില്ല. മുമ്പോട്ട് നീങ്ങി ആകപ്പാടെ അസ്വസ്ഥത. 7 ദിവസം, 8-ാം ദിവസം അന്ന് രാവിലെ ഒരു നിയന്ത്രണം കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛാ, ഉറക്ക മരുന്ന്, സ്ലീപ്പിംഗ് പിൽസ്, ഉറക്ക ഗുളിക എവിടുന്നെങ്കിലും മേടിച്ച് കഴിക്കണം. ഇങ്ങനെ പോയാൽ അവസ്ഥ മോശമാകും. എനിക്കാണെങ്കിൽ മനസ്സിന് അതിന് സമ്മതിക്കുന്നില്ല. കാരണം എത്രയോ പേരെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുക്കുന്നതാണ്, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതാണ്. എന്നിട്ട് എൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ വന്നാൽ മോശമല്ലേ? എൻ്റെ ഉള്ളിൽ വലിയ ഭാരം. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കും, എങ്ങനെ നല്ല ഉറക്കം കിട്ടാം. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ടെക്നിക്ക് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് വന്നിരുന്നു. അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചു. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ശ്രമിച്ചു? ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി, എങ്ങനെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടത്. ന്യൂജൻ പിള്ളേരാണേ, അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും അറിയത്തില്ല. അവർ മൊബൈലിൽ അടിച്ചു നോക്കി ടെക്നിക്ക് കണ്ടുപിടിക്കുക. ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലാന്ന് അതുങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. ഞാൻ മൊബൈലിൽ അടിച്ചു നോക്കുന്നു, എങ്ങനെ നല്ല ഉറക്കം കിട്ടും. അപ്പൊ ടെക്നിക്കുകളാണ്. നിങ്ങളുടെ മുറി ഒരു ഗുഹയാണെന്ന് കണക്കാക്കുക. ഇരുട്ട് പിടിച്ച ഗുഹ. മുറിക്കകത്തുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നു. നിങ്ങൾ ആ ഗുഹയ്ക്കകത്ത് പതുങ്ങിക്കിടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടും. എവിടെ? എൻ്റെ മുറി പണ്ടേ ഗുഹയാണ്, അതിൻ്റെ അകത്ത് കയറിയിട്ട് ഉറക്കം കിട്ടണ്ടേ? ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം മാറ്റിവെച്ചു, ഉറക്കം കിട്ടണ്ടേ?
രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ കറങ്ങുന്ന ഫാന് നോക്കുക. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ ചലിക്കുന്നു. സാവകാശം സാവകാശം നിങ്ങളുടെ കണ്ണുകൾ അടയുന്നു. എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. നിങ്ങളിങ്ങനെ മുകളിലോട്ട് നോക്കി കിടക്കുമ്പോൾ 100, 99, 98, 97, 96, 95, 94 അങ്ങനെ 100-ൽ നിന്ന് താഴ്ത്തോട്ട് എണ്ണുക. പലതവണ എണ്ണി ഉറക്കം കിട്ടണ്ടേ? എന്തൊരവസ്ഥയാണെന്നറിയോ? ചിലരിരുന്ന് ചിരിക്കുന്നുണ്ട്. ചേച്ചി, ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ ഞാൻ ആശംസിക്കുന്നു. അന്നെങ്കിലും ഇത് ഓർക്കും. എന്തൊരവസ്ഥയാണെന്നറിയോ? വല്ലാത്തൊരവസ്ഥയാണ്. ഞെരുക്കമെന്ന് പറഞ്ഞ ഞെരുക്കം. അങ്ങനെ 8-ാം ദിവസം ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ വെയിറ്റ് 8 കിലോ പെട്ടെന്ന് ഡും എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ വെയിറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് കുറയാൻ തുടങ്ങി. മൊത്തത്തിൽ ശരീരത്തിലൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 8-ാം ദിവസം രാത്രി എൻ്റെ ഗുഹയ്ക്കകത്ത് ഞാനിങ്ങനെ കിടക്കുന്നു. 1 മണിയായി, 1:30-ആയി, 2-ആയി. ഉറക്കം കിട്ടുന്നില്ല. ഇതെവിടുന്നും മേടിച്ചോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. പാക്കറ്റിൽ അവൈലബിൾ ഒന്നും അല്ലല്ലോ. എന്ത് ചെയ്യും? കട്ടിലേൽ ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുന്നു. പല പ്രാർത്ഥനകളും ചൊല്ലി നോക്കി, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. 1 മണി, 1:30, 2 മണി, 2:30. അസ്വസ്ഥത. ഞാനപ്പോൾ വിചാരിച്ചു മൊബൈൽ ഫോൺ എടുക്കാം. മാറ്റിവെച്ചിരിക്കുക. നമ്മുടെ ഗുഹയുടെ ടെക്നിക്കിന്റെ ഭാഗമായിട്ട് മൊബൈലൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ 2:30, 2:45 ആയപ്പോൾ പോയി മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അത് സ്വിച്ച് ഓൺ ചെയ്തു. വൈഫൈ ഓൺ ചെയ്തു. ഇന്റർനെറ്റ് കണക്റ്റഡ് ആയി. പെട്ടെന്ന് വൈകുന്നേരം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായതുകൊണ്ട് വാട്സപ്പിലേക്ക് ഇഷ്ടം പോലെ മെസ്സേജ് എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ കാണാമെന്നോർത്ത് എടുത്തതാണ്. അപ്പോൾ കുറേ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 2:45 സമയം, രാവിലെ 2:45 നോക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഞാൻ ഞെട്ടി. ഈ സമയത്ത് ആരാണ് എന്നെ വിളിക്കാനുള്ളത്? 2:45. ഞാൻ നോക്കുമ്പോൾ ദുബായ് നമ്പറാണ്. ദുബായിൽ നിന്ന് ആരോ എന്നെ വിളിക്കുന്നു. എനിക്ക് പൊട്ടും പരിചയമില്ലല്ലോ. ഞാൻ സേവ് ചെയ്തിട്ടില്ല ഈ നമ്പർ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാന്നൊരു പിടുത്തവും ഇല്ല. എടുക്കണോ വേണ്ടയോ? ഈ സമയം ഞാൻ പിന്നെ വിചാരിച്ചു വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഫോൺ എടുത്തേക്കാം. ഫോൺ എടുത്തു. അങ്ങേ തലയ്ക്കൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം, ഫാദർ പ്ലീസ് പ്രേ ഫോർ മീ. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നാ പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഫാദർ, ഐ ആം വെരി സോറി. ഈ സമയത്ത് അച്ഛനെ ഫോൺ വിളിച്ചതിൽ ക്ഷമിക്കണം. കാരണം അച്ഛനെ വിളിക്കാൻ പാടില്ലാത്തൊരു സമയമാണ്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് അച്ഛനെ വിളിച്ചത്. പിന്നെ അച്ഛനെ വിളിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ വാട്സപ്പ് നോക്കിയപ്പോൾ അച്ഛൻ ഓൺലൈനിൽ കണ്ടു. നമ്മൾ ഓണാക്കിയല്ലോ. അച്ഛൻ ഓൺലൈനിൽ കണ്ടു. അച്ഛൻ ആക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അച്ഛൻ ഒരുപക്ഷെ യാത്രയിലൊക്കെ ആയിരിക്കും അല്ലേ? അച്ഛൻ ഓൺ ചെയ്തതിന് നന്ദി. അച്ഛൻ ഈ പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, ചേച്ചി പറ, ഞാൻ പ്രാർത്ഥിക്കാം. നമ്മളിവിടെ റെഡിയല്ലേ? ചേച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. കാരണം അത്രമേൽ തീവ്രമായ ഒരു പ്രശ്നത്തിൽ ഞാൻ കിടക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. ഈ രാത്രിയിൽ എന്നെ ആര് സഹായിക്കും? അച്ഛനൊന്ന് പ്രാർത്ഥിക്കച്ഛ. ഞാൻ പറഞ്ഞു, ചേച്ചി കാര്യം പറ ചേച്ചി, എന്താ ചേച്ചിയുടെ പ്രശ്നം? കഴിഞ്ഞ 8 ദിവസമായി എനിക്ക് ഉറക്കമില്ല. ദുബായിലുള്ള ചേച്ചിക്ക് ഉറക്കമില്ലെന്ന് പറയുന്ന ആരോടാ? ഇവിടെ കിടക്കുക ഉറക്കമില്ലാതെ ഞെരിവിരി കൊണ്ട് കിടക്കുന്ന ഒരുത്തനോടാണ് ദുബായിലുള്ള ചേച്ചി പറയണത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ എൻ്റെ ഉള്ളിൽ ചിരി വന്നു. കാരണം ദുർബലനായ എന്നോടാണ് പറയുന്നത് ഈ ചേച്ചി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ ആദ്യത്തെ ഉത്തരം എന്താണെന്നറിയോ? ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. എന്നെ പോലെ ആ അവസ്ഥ വേറെ ആർക്കെങ്കിലും അറിയോ? ആ സാഹചര്യത്തിൽ ഞാൻ കടന്നു പോകുന്ന സമാനമായ ഒരു അവസ്ഥയുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. ഇത് ഞാൻ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അങ്ങേ തലയ്ക്ക് നിന്ന് ആ ചേച്ചി കരയാൻ തുടങ്ങി. വാവിട്ട് കരയുന്നു. ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിച്ചു, അതെന്നെ അങ്ങനെ? എൻ്റെ ഭർത്താവിനോടും എൻ്റെ വീട്ടുകാരോടും ഞാൻ എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിന്റെ കുഴപ്പം കൊണ്ടാ, നിനക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കൂടെ. ആദ്യമായിട്ടാ ഒരാൾ എന്നോട് പറയണത് എൻ്റെ അവസ്ഥ നന്നായി മനസ്സിലാകും. പിടികിട്ടുന്നുണ്ടോ? ഞാൻ കടന്നു പോകുന്ന അതേപോലെ അവസ്ഥയായതുകൊണ്ട് ആ സഹോദരി അനുഭവിക്കുന്ന എനിക്ക് നന്നായി മനസ്സിലാകും.
ആ ചേച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്നോ? ചേച്ചി അവിടെ മുട്ടുകുത്ത്. എവിടെ? ദുബായിൽ ചേച്ചി താമസിക്കുന്ന മുറിയിൽ മുട്ടുകുത്തു. ഞാൻ ഇതാ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ പോയി ഊറാലേക്ക് എടുത്തോണ്ട് വന്ന്, രാത്രി സമയം, ഉറക്കയില്ലല്ലോ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഊറാലേക്ക് എടുത്തോണ്ട് വന്ന് ഹന്നാമള്ളൊക്കെ എടുത്ത് എൻ്റെ മുറിയിൽ, എൻ്റെ മേശപ്പുറത്ത് 1-ാം ദിവസം മുതൽ എങ്ങനെ ഉറക്കം കിട്ടാം, സങ്കീർത്തകൻ പറയുന്ന വചനങ്ങൾ മുഴുവൻ, ആ വചനം ഈ വചനം മൊത്തം എഴുതി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി മുട്ടുകുത്ത്, ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ചേച്ചി അവിടെ മുട്ടുകുത്തി. ഞാൻ ഇവിടെ നിന്ന് ശക്തമായി വചനം വെച്ചൊരു പ്രാർത്ഥന, വെഞ്ചരിപ്പ് പ്രാർത്ഥന, വലിയൊരു ഡെലിവറൻസ് ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, നെറ്റിയിൽ കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കൂ, ദൈവം ചേച്ചി അനുഗ്രഹിക്കുന്നു. അത്രമേൽ ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന കഴിഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കൂർക്കം വലിച്ച് കടന്നുറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിറ്റേന്ന് ഉച്ച സമയമായപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അച്ഛന്മാര് വാതിലേ കിടന്ന് മുട്ടി. അങ്ങനെയാണ് ഞാൻ എഴുന്നേക്കുന്നു. ഞെട്ടി എഴുന്നേക്കുക. നല്ല ഉറക്കം. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ്. ആരുടെ? നമ്മുടെ ദുബായിൽ നിന്നുള്ള ചേച്ചി. ആ സഹോദരി പറയുക, അച്ഛാ താങ്ക് യു സോ മച്ച്. ഞാൻ മറുപടി എന്താണെന്നറിയോ? ആ ചേച്ചി പറഞ്ഞിരിക്കുവാണ്, അച്ഛാ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കൂർക്കം വലിച്ച് കടന്നുറങ്ങി. ഇപ്പോഴെഴുന്നേറ്റത്. മണിക്കൂറുകൾ കിടന്ന ആ സ്ത്രീ ഉറങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ എന്തിനാ ഇവിടെ ഇത് പറഞ്ഞെന്നറിയോ? എന്തിനാണ് എനിക്ക് സമാനമായ ഒരു അനുഭവം ഉണ്ടായത്? എൻ്റെ അടുക്കൽ സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ അവരെ ദേഷ്യത്തിൽ ഞാൻ അവരോട് പറയും, നിനക്കെന്താ ഉറക്കം കിട്ടാത്തത്? മര്യാദയ്ക്ക് നടക്കണ്ടേ? നീ രാത്രി കാലത്ത് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്, നീ ആവശ്യമില്ലാത്ത തലയ്ക്കകത്ത് കൊണ്ട് നടന്നിട്ടാണ് എന്നും പറഞ്ഞ് ഞാൻ ചൂടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് എന്നോട് പറയാണ്, അച്ഛാ എനിക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറു പുഞ്ചിരിയോടുകൂടെ നിങ്ങൾ നോക്കിയിട്ട് പറയും, എനിക്ക് നന്നായി മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹ എന്താ പറഞ്ഞത്? വായിച്ചു നോക്കിക്കേ. കൊരിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊരിന്ത്യൻസ്, 2nd letter, chapter 1 verse 4. ഒച്ചത്തിൽ വായിച്ചേ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തനാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. നിനക്കിന്ന് ഈ ഒരു ദുഃഖം, ഒരു വ്യഥ, ഒരു ഭാരം, ഒരു കണ്ണുനീര്, ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണെന്നറിയോ? അതിലൂടെ നീ ശക്തിപ്പെട്ട് മറ്റുള്ളവരെ നീ ആശ്വസിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടില് ബലമില്ലാത്തവരുണ്ടെന്ന്, നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുടെ ബലമില്ലാത്തവരുണ്ട്, നിന്റെ വീട്ടിൽ ഒറ്റപ്പെട്ടവരുണ്ട്, നിന്റെ വീട്ടിൽ സഹിക്കുന്നവരുണ്ട്. അവരെ ശക്തിപ്പെടുത്താൻ ആദ്യം നിനക്കൊരു ബലം വേണം. പറഞ്ഞേ ആമേൻ, ആമേൻ. ബലമുണ്ടോ? ഇല്ലെങ്കിൽ ബലം പ്രാപിക്കണം. അതിനാണ് ഈ ശുശ്രൂഷ. നിനക്കൊരു ബലം വേണം. നിന്റെ മകനെ ഉപദേശിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്ത് വേണം? നിനക്കൊരു ബലം വേണം. ഉപദേശിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഉപദേശമല്ല വേണ്ടത്, അവരെ ബലപ്പെടുത്തണം. അവരേതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുവാണെങ്കിൽ അവർക്ക് നിന്റെ പ്രാർത്ഥന അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു സമയമാണെന്ന്. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ട ചേച്ചിയുടെ മകൾ ഒരു പ്രശ്നത്തിലാണെന്ന് കരുതുക, ഏതെങ്കിലും പ്രശ്നത്തിലാണെന്ന് കരുതുക. ചേച്ചിയുടെ അടുക്കൽ മകളില്ല, മകൾ എവിടെയാണ്? ആ മകളെ ഓർത്തോർത്തോർത്തോർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലെന്ന്. എന്ത് ചെയ്യണം? ആ മകൾക്കിപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു സമയമാണെന്ന്. ആ മകൾ അത്രമേൽ ഒരു വീക്കായിട്ടിരിക്കുന്ന സമയമാണ്. ബലം കൊടുക്കേണ്ട സമയമാണ്. നീ കൊടുക്കണം ബലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദാഹരണത്തിന്, സഹോദരി, ഭർത്താവ്, ജീവിത പങ്കാളി മദ്യപാനിയാണെന്ന് കരുതുക. അദ്ദേഹം ഉത്തരവാദിത്തം ചെയ്യുന്നില്ല, അദ്ദേഹം ഭാരപ്പെട്ട് ജീവിക്കുന്നു, ഉഴപ്പനാണെന്ന് കരുതുക. ഓർക്കേണ്ട കാര്യം, നിന്റെ ഭർത്താവിനെ ബലം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? സഹോദരിക്കാണെന്ന്. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും
നമ്മൾ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരു വൈദികനുണ്ട്. എന്റെയും നിന്റെയും ഉത്തരവാദിത്തം എന്നാന്നറിയാവോ? കൂടെയുള്ളവർക്ക് ബലം കൊടുക്കാനുള്ള ശുശ്രൂഷയാണിത്. ഹല്ലേലൂയാ. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അവർക്ക് ബലം കൊടുക്കണം. അവരൊരു ക്ഷീണത്തിലാണെന്ന്, അവരൊരു പ്രശ്നത്തിലാണെന്ന്. അവരെ നീ ബലം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് ബലം കൊടുക്കും? നീ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും? നാട്ടുകാർ കുറ്റപ്പെടുന്നു, വീട്ടുകാർ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെ ശരിയാവും? നീ ബലം കൊടുക്കണം. നീ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും മറ്റുള്ളവരെ ബലപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ തന്റെ ഈ ലേഖനത്തിൽ ഒരു സുന്ദരമായ വചനം കൂടെ ഓർമ്മപ്പെടുത്തും. 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം. സെയിം ചാപ്റ്റർ 1 വേഴ്സ് 9, 9-ാം വചനം. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയ. ചില പ്രശ്നമൊക്കെ വന്നപ്പോ നമുക്ക് തോന്നി തീർന്നു, എല്ലാം തീർന്നു. അതാ വചനം പറയുന്നത്. എന്നാൽ ഇത് ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു തോന്നി. ഞങ്ങൾക്ക് തോന്നി തീർന്നു, ജീവിതം തീർന്നു, യോ നാണക്കേട്, യോ പ്രശ്നം, യോ രോഗം, എല്ലാം തീർന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ അത് വെറും തോന്നല് മാത്രമാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന എന്തിനാണെന്നറിയോ? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. നിനക്കൊരു സാമ്പത്തിക ഞെരുക്കം ഇന്ന് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാ നീ ഇന്ന് അനുഭവിക്കുന്നത്? നീ ദൈവത്തിൽ ആശ്രയിച്ചോണം. ഇത്രയും നാള് സമ്പത്ത് നിന്റെ അവകാശമാണ്, സമ്പത്തിന്റെ ഉടയവനാണ് നീ എന്ന് നിന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് മനസ്സിലായി എന്ത്? ഈ സമ്പത്ത് തരുന്നൊരു ദൈവമുണ്ട്, ഉണ്ടെന്ന്. നിന്റെ ബന്ധങ്ങള് നീ വിചാരിച്ച് നിന്റെ കഴിവ് കൊണ്ട് നീ നേടിയതാണെന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവല്ലേ. എന്നാൽ കയ്യിലെ ബന്ധങ്ങളൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പറയണത് ഈ ബന്ധങ്ങൾ തന്നൊരു ദൈവം ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യം നമ്മൾ വിചാരിച്ചു, നമ്മുടെ മിടുക്ക്, നമ്മുടെ കഴിവ്, നമ്മൾ എന്നാൽ ഈ ആരോഗ്യം ഒന്ന് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ, ചില രോഗങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ദൈവമേ, ഈ ആരോഗ്യം തന്ന ഒരാളുണ്ടല്ലോ. ഇന്ന് നീ അനുഭവിക്കുന്ന കണ്ണുനീര്, ഇന്ന് നീ അനുഭവിക്കുന്ന ഏത് ജീവിതത്തിന്റെ ദുഃഖം, വ്യത എന്തിനാ? തമ്പുരാൻ കർത്താവിനെ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഇന്ന് പഠിപ്പിച്ചത് റോമ 8:28. ഏതാ വചനം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം, സങ്കടം, ഭാരം, ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും അത് നീ വിശ്വസിക്കുക. ഇത് ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് മാറ്റും. വിശ്വസിക്കണം. നിന്റെ മനസ്സിൽ നീ ആ പ്രശ്നം കാണണം. നിന്റെ വീട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക തകർച്ച, യെസ്, ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, ഇത് എനിക്ക് ദൈവം നന്മയ്ക്കാക്കി മാറ്റും. നീ ഒരു പ്രശ്നത്തിൽ കിടക്കുവാണ്, മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നില്ല, വിഷമിക്കേണ്ടെന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതെന്റെ നന്മയ്ക്കാക്കി മാറ്റും. നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറയുന്നു, നീ അപവാദം, സങ്കടം, ഭാരം നിന്റെ ഉള്ളിലുണ്ട്, വിഷമിക്കേണ്ട. ഇത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് ദൈവം ഇത് നന്മയ്ക്കാക്കി മാറ്റും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, ഇന്ന് നിന്റെ മക്കൾ അനുഭവിക്കുന്ന സങ്കടം എന്തിനാണെന്നറിയോ? നീ ഒരു ബലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ. നിന്റെ പ്രാർത്ഥന വഴി നിന്റെ മക്കൾ ബലം പ്രാപിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. രോഗികളെ ഈ സമയത്ത് വിശ്വസിക്കണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന രോഗപീഠ എന്തിനെന്നറിയോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ദൈവം നന്മയ്ക്കാക്കി മാറ്റും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഏത് വിഷയത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആ വിഷയത്തിൽ കർത്താവ് നന്മയ്ക്കാക്കി മാറ്റട്ടെ. സകലതും നന്മയ്ക്കാക്കി മാറ്റും, സകലതും നന്മയ്ക്കാക്കി മാറ്റും, സകലതും നന്മയ്ക്കാക്കി മാറ്റും. വിശ്വസിക്കുന്ന ദൈവമക്കൾ
കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, പോരാ, ശക്തിയോടെ, ശക്തിയോടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഓ കർത്താവേ, എല്ലാം നന്മയ്ക്കാക്കി അങ്ങ് മാറ്റും. സകലതും നന്മയ്ക്കാക്കി അങ്ങ് മാറ്റും. വിശ്വസിക്കുന്നു കർത്താവ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ആ വലിയ സത്യം ഞങ്ങളിൽ അനുഭവിക്കട്ടെ, ഞങ്ങളിൽ അനുഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. നന്നായിട്ട് കൈയടിച്ചു. ആശ്വാസമായി യേശുവുണ്ട്, ആശയവനിലാണെന്നും. ആമേൻ, ആമേൻ. ചേർന്ന് ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ ദൈവജനത്തിന്റെ മേൽ അത് സംഭവിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.